സംസ്ഥാനത്ത് പെൻഷൻ വിതരണം മുടങ്ങില്ലെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. കേന്ദ്രം ഈ മാസം സംസ്ഥാനത്തിന് നൽകേണ്ട 13,600 കോടി രൂപ നൽകിയിട്ടില്ല. കേസിന് പോയില്ലായിരുന്നുവെങ്കിൽ ഈ പണം കിട്ടുമായിരുന്നു. ഇത് സർക്കാരിന് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത്. എങ്കിലും ശമ്പളവും പെൻഷൻ വിതരണവും മുടങ്ങില്ലെന്നും മന്ത്രി പറഞ്ഞു. അങ്ങനെ പെൻഷനും ശമ്പളവും മുടങ്ങില്ല എന്നുള്ള കാര്യം ഞാൻ ഉറപ്പ് പറയുകയാണ്. അത് മുടക്കാനും തടസ്സം വരാനുമായിട്ട് നമുക്ക് ഈ മാസം കിട്ടേണ്ട 13,000 കോടി, സാധാരണഗതി കിട്ടേണ്ട 13,000 കോടി കേന്ദ്ര ഗവൺമെൻറ് റിലീസ് ചെയ്തിട്ടില്ല. 6-ാം തീയതി 7-ാം തീയതി സുപ്രീം കോടതി അതിൻ്റെ കേസ് വരികയാണ്. നേരത്തെ ഞങ്ങളെല്ലാം പറഞ്ഞതാണ് ഇത് നമ്മുടെ ആകെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താനാണ്. അതിന് ഈ പെൻഷനും ശമ്പളവും കിട്ടാതെ വരുന്ന അവസ്ഥ ഉണ്ടാവില്ല എന്നുള്ള കാര്യം പറയുകയാണ്. ടെക്നിക്കലായ ചില പ്രശ്നങ്ങൾ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ട്. അപ്പോൾ പെൻഷനും ശമ്പളവും എല്ലാം കൃത്യമായിട്ട് ലഭിക്കും. പക്ഷേ ഈ വസ്തുത തന്നെയാണ്. 13,600 കോടി അവിടെ നിന്ന് തരുന്നില്ല എന്നുള്ളത് നമ്മളെ വലിയ തോതിൽ നമ്മുടെ സാമ്പത്തിക രംഗത്തെ ബാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും എപ്പോഴും ഇത് കേസിന് പോയില്ലായിരുന്നെങ്കിലും കിട്ടേണ്ട പണമാണ്. അപ്പോൾ കേസിന് പോയി എന്ന് പറഞ്ഞിട്ട് പണം തരാതിരിക്കുന്നുണ്ട്. ആവശ്യമുണ്ട്. പക്ഷേ പെൻഷനും ശമ്പളവും ഒന്നും മുടങ്ങുന്ന അവസ്ഥ വരില്ല. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി സന്തോഷ് ചേരുന്നുണ്ട്. സന്തോഷ്, ഇന്നലെ തന്നെ വലിയ തരത്തിലുള്ള പ്രചാരണ കോലാഹലമായിരുന്നു. കേന്ദ്രം 4,000 കോടി രൂപ ഔദാര്യമായി തന്നു എന്നുള്ള തരത്തിൽ ഈ പണം കിട്ടിയിട്ടും ശമ്പളവും പെൻഷനും കൊടുക്കാൻ കഴിയുന്നില്ല എന്നായിരുന്നു ഇന്നത്തെ വാർത്ത. പക്ഷേ ഇപ്പോൾ മന്ത്രി തന്നെ ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്, ശമ്പളവും പെൻഷനും മുടങ്ങില്ല. പക്ഷേ യഥാർത്ഥ സ്ഥിതി എന്ന് പറയുന്നത് 13,600 കോടി രൂപ ഈ മാസം സംസ്ഥാനത്തിന് കേന്ദ്രം തരേണ്ടിയിരുന്നതാണ്. പക്ഷേ ആ പൈസ തരുന്നില്ല. മാത്രമല്ല, ഇന്നലെ കിട്ടിയ 4,000 കോടി രൂപ എന്ന് പറയുന്നത് സംസ്ഥാനത്തിന് ന്യായമായും കിട്ടേണ്ട മറ്റു സംസ്ഥാനങ്ങൾക്ക് ലഭിച്ചതുപോലെയുള്ള വിഹിതമാണ്. 2,600 കോടി രൂപ GST വിഹിതവും 1,362 കോടി രൂപ IGST വിഹിതവുമാണ്. ഇക്കാര്യങ്ങളൊക്കെ ഇരിക്കെ തന്നെയാണ് വലിയ തരത്തിലുള്ള വ്യാജ പ്രചാരണങ്ങൾ ശമ്പളവും പെൻഷനും കിട്ടില്ല എന്ന രീതിയിൽ വരുന്നത്. ഇതിന് വ്യക്തത വരുത്തിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ മന്ത്രി പറഞ്ഞിരിക്കുകയും ചെയ്തത്. എന്തൊക്കെയാണ് പിന്നീട് മന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർത്ത കാര്യങ്ങൾ? സംസ്ഥാനത്ത് ആദ്യമായി ശമ്പളവും പെൻഷനും മുടങ്ങി എന്ന തരത്തിൽ ഇന്ന് മാധ്യമങ്ങളിൽ വാർത്തയുണ്ടായിരുന്നു. ഈ വാർത്തകൾ തള്ളിക്കൊണ്ടാണ് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ പ്രതികരിച്ചത്. ശമ്പളവും പെൻഷനും മുടങ്ങുന്ന സ്ഥിതി ഉണ്ടായിട്ടില്ല, ശമ്പളവും പെൻഷനും മുടങ്ങില്ലെന്ന് സർക്കാർ ഉറപ്പ് നൽകുകയാണെന്നും മന്ത്രി കെ.എൻ. ബാലഗോപാൽ പറഞ്ഞു. 1-ാം തീയതി ശമ്പളം അക്കൗണ്ടിലെത്തിയ ശമ്പളം പിൻവലിക്കാൻ കഴിയാത്തത് ചില സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ടാണെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം തന്നെ സംസ്ഥാനത്തിന് സാമ്പത്തിക ഞെരുക്കം ഉണ്ട് എന്നുള്ള കാര്യം വസ്തുതയാണെന്നും മന്ത്രി സമ്മതിച്ചു. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ മാസം കേന്ദ്രത്തിൽ നിന്നും ലഭിക്കേണ്ട 13,600 കോടി രൂപ ഇതുവരെ കേന്ദ്രം അനുവദിച്ചിട്ടില്ല. ഇത് ലഭിക്കേണ്ട പണമായിരുന്നു. എന്നാൽ സംസ്ഥാന സർക്കാർ ഈ കേന്ദ്ര നിലപാടിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചത് കൊണ്ടാണ് കേന്ദ്രം ഈ പണം തരാതിരിക്കുന്നത്. അത് സംസ്ഥാനത്തെ ബുദ്ധിമുട്ടിക്കുന്നതിന് വേണ്ടിയാണെന്നാണ് മന്ത്രി പറഞ്ഞത്. ഏതായാലും ഈ കാര്യങ്ങൾ, കേന്ദ്രത്തിന്റെ ഈ പണം തരാത്ത നിലപാട് സാമ്പത്തിക സ്ഥിതിയെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ കൂടിയും ഒരിക്കലും ശമ്പളവും പെൻഷനും മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്നാണ് മന്ത്രി വ്യക്തമാക്കിയത്. സന്തോഷ്, ഇത് ഇന്നലെ തന്നെ മന്ത്രി ഇക്കാര്യത്തിൽ വലിയ വൈകുന്നേരത്തോട് മാധ്യമങ്ങളിലൂടെ ഇക്കാര്യം വെളിപ്പെടുത്തുകയും ചെയ്തു. രാവിലെ മുതൽ വന്ന വാർത്തകൾ ഇതായിരുന്നു: സംസ്ഥാനത്തിന് 4,000 കോടി, പ്രതിസന്ധി പരിഹരിക്കാൻ 4,000 കോടി അനുവദിച്ചു എന്ന തരത്തിലാണ് വാർത്ത വന്നത്. ഏകദേശം രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങൾക്കുമായി GST വിഹിതം പതിവ് പോലെ കൊടുത്തതാണ് കേരളത്തിന് കിട്ടിയത്. പക്ഷേ ന്യായമായ വിഹിതം കിട്ടിയിട്ടുമില്ല. 4,000 കോടി എന്ന് പറയുന്നതിൽ 2,500, 2,600 കോടി എന്ന് പറയുന്നത് GST വിഹിതം സംസ്ഥാനത്ത് തരാനുള്ളത്. 1,362 കോടി എന്ന് പറയുന്നത് IGST വിഹിതം. ഇത് മറ്റ് സംസ്ഥാന UP അടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് 17,000-ലധികം കോടി രൂപ കിട്ടിയ സാഹചര്യത്തിലാണ് കേരളത്തിന് വിഹിതമായി 4,000 കോടി മാത്രം തരികയും ചെയ്തത്. സംസ്ഥാനത്തിൻ്റെ ഈ മാസത്തെ ചെലവുകളടക്കം നിർവഹിക്കാൻ 13,600 കോടി നേരത്തെ തന്നെ വായ്പ എടുക്കാൻ അനുവദിക്കണമെന്ന് പല ഘട്ടങ്ങളിൽ സംസ്ഥാനം ആവശ്യപ്പെടുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ കോടതി പോവുകയും ചെയ്തു. പക്ഷേ അതൊന്നും തരാതിരിക്കുകയും വലിയ തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ നടത്തുകയും ചെയ്യുമ്പോൾ കൃത്യമായ വിവരങ്ങൾ പൊതുജനങ്ങൾ അറിയേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെ ആയിരിക്കണം മന്ത്രി ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തത്. വളരെ കൃത്യമാണ് മന്ത്രി പറഞ്ഞ കാര്യങ്ങൾ. ഇവിടെ ഈ പ്രതിസന്ധി ഉണ്ടെങ്കിലും, കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്നെങ്കിലും ശമ്പളവും പെൻഷനും മുടക്കില്ല എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു. തീർച്ചയായും മന്ത്രി വളരെ വ്യക്തമായി തന്നെയാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത്. യാതൊരു വസ്തുതകളും മറച്ചുവെക്കാതെയായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. അതായത് സംസ്ഥാനത്തിന് ഈ കേന്ദ്ര നിലപാട് മൂലം സാമ്പത്തിക പ്രയാസങ്ങൾ നേരിടുന്നുണ്ട് എന്നുള്ള കാര്യം വസ്തുതയാണ് എന്നുള്ളത് തന്നെയാണ് മന്ത്രി സൂചിപ്പിച്ചത്. എന്നാൽ ഈ 13,600 രൂപ ഇതിനകം ഈ മാസം കിട്ടേണ്ടുന്ന ഒരു തുകയായിരുന്നു. ഈ പണം കിട്ടിയാൽ മറ്റ് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമായിരുന്നു. എന്നാൽ കേസിന് പോയത് കൊണ്ടാണ് ഈ ശരി. സന്തോഷ്, തുടരുക. ഇപ്പോൾ CPM നേതാവ് അഡ്വക്കേറ്റ് K. അനിൽകുമാർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ അനിൽകുമാർ,
ഇപ്പോൾ വലിയ തരത്തിലുള്ള പ്രചാരണം നടക്കുന്നു. കേരളത്തിന് കഴിഞ്ഞ ദിവസം 4000 കോടി നൽകി. ഇന്നിപ്പോൾ ശമ്പളവും പെൻഷനും മുടങ്ങുമെന്നുള്ള വാർത്തകൾ വരുന്നു. മന്ത്രി പക്ഷേ ഇക്കാര്യത്തിൽ വ്യക്തമാക്കി. ധനമന്ത്രി പറഞ്ഞു ശമ്പളവും പെൻഷനും മുടങ്ങില്ല, സംസ്ഥാനത്തിന് പ്രതിസന്ധിയുണ്ട്. ആ പ്രതിസന്ധിക്ക് ഈടാക്കിയത് കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടുകളാണ്. ഇത് വലിയ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു വസ്തുത എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണ ഈ സുപ്രീം കോടതിയിൽ ഈ കേസുമായി ബന്ധപ്പെട്ട്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനെതിരെ സുപ്രീം കോടതിയിൽ സംസ്ഥാനം പോയതാണ് ഇപ്പോൾ ഈ പണം തടയാൻ കാരണമായതെന്നാണ് ധനമന്ത്രി പറയുകയും ചെയ്തത്. അന്ന് തന്നെ നമുക്കറിയാം സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാരിൻ്റെ സോളിസിറ്റർ ജനറൽ പറഞ്ഞത് നിങ്ങൾ കേസ് പിൻവലിച്ചാൽ ഈ പണം നൽകുന്ന കാര്യം അനുവദിക്കാമെന്നുള്ളത്. ഇത് ഏതോ ഔദാര്യം എന്ന തരത്തിലാണ് കേന്ദ്ര സർക്കാർ ഇപ്പോഴും പറയുന്നത്. അങ്ങനെ ഔദാര്യമാണെന്നാണ് മാധ്യമങ്ങളടക്കം പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. എന്താണ് താങ്കൾക്ക് ഈ സാഹചര്യത്തിൽ പറയാനുള്ളത്? ശമ്പളവും പെൻഷൻ മുടങ്ങുന്നു എന്നുള്ള വാർത്ത കളവാണ്. മുടക്കാൻ ശ്രമിച്ചു എന്ന വാർത്ത സത്യവുമാണ്. മുടക്കാൻ ശ്രമിച്ചത് കേന്ദ്ര സർക്കാരാണ്. ശമ്പളവും പെൻഷനും മുടങ്ങി എന്നൊരു വാർത്ത കൊടുത്താൽ അതിൽ യഥാർത്ഥത്തിൽ കേരള സർക്കാരിനെ പ്രതിസ്ഥാനത്ത് നിർത്താൻ കഴിയും. പക്ഷെ കേന്ദ്ര സർക്കാർ ശമ്പളവും പെൻഷനും മുടക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത്. മാർച്ച് മാസം 1 എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അടുത്ത സാമ്പത്തിക വർഷം നമുക്കറിയാം ഏപ്രിൽ ആകുമ്പോഴേക്കും സ്വാഭാവികമായും കേരള സർക്കാരിന് കടമെടുക്കാനുള്ള അവകാശപ്രകാരം ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ശമ്പളവും പെൻഷനും കൊടുക്കാൻ കഴിയും. കേന്ദ്ര സർക്കാർ തുടർച്ചയായി മുടക്കാൻ നോക്കിയിട്ടും 2023-24 സാമ്പത്തിക വർഷത്തിൽ ശമ്പളവും പെൻഷനും മുടക്കാനായില്ല എന്ന നിരാശയാണ് കേരളത്തിലെ പ്രതിപക്ഷത്തെയും കേന്ദ്രത്തിലെ BJP-യെയും കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങളെയും വേട്ടയാടുന്നത്. ഇന്ന് തന്നെ രാവിലെ പെൻഷൻകാരോട് ഞാൻ സംസാരിച്ചപ്പോൾ അവരുടെ അക്കൗണ്ടിൽ പെൻഷൻ വന്നതായി അവരെ സംബന്ധിച്ച് അവരുടെ ഫോണിൽ മെസ്സേജ് വരും. ഈ വാർത്ത വായിക്കുന്ന പെൻഷൻകാർ കണ്ട് ചിരിക്കും. കാരണം അവരുടെ അക്കൗണ്ടിൽ കയറിയ സംബന്ധിച്ച് അവർക്ക് മെസ്സേജ് ലഭിക്കും. മുൻകാലത്തെ പോലെയല്ല. അക്കൗണ്ടിൽ പണം വന്നാൽ സ്വാഭാവികമായും മെസ്സേജ് ലഭിക്കുന്ന സംവിധാനമില്ലേ? പെൻഷൻകാർക്ക് ലഭിക്കില്ലേ? ആരുടെ പെൻഷനാണ് മുടങ്ങിയിട്ടുള്ളത്? കേന്ദ്ര സർക്കാർ മുടക്കാൻ ശ്രമിച്ചു എന്നൊരു വാർത്ത കൊടുത്തിരുന്നെങ്കിൽ സത്യമായിരുന്നു. എന്നിട്ടും കേരള സർക്കാർ കൃത്യമായിട്ട് അത് വിതരണം ചെയ്തു കൊടുത്താൽ അത് അതിനേക്കാൾ സത്യമായിരുന്നു. മാത്രമല്ല, കേന്ദ്രം എത്ര കടന്നാക്രമിക്കാൻ ശ്രമിച്ചാലും കേരളത്തിൽ അതിജീവിക്കാൻ കഴിയുമെന്ന് കേരളം തെളിയിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെ വാർത്ത എന്താണ്? 14 ദിവസങ്ങളായി കേരളം ഓവർ ഡ്രാഫ്റ്റിലാണ്. പക്ഷെ യാഥാർത്ഥ്യം എന്താണ്? നമുക്ക് അർഹതപ്പെട്ട കാര്യങ്ങൾ തരുന്നില്ല. നമുക്ക് അർഹതപ്പെട്ട പണം തരാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ല. ഇത് ഔദാര്യമല്ല. കേന്ദ്ര സർക്കാർ തരണം എന്ന് പറഞ്ഞാൽ പുതുതായി എന്തോ മൂന്നി തരുന്നു എന്നൊരു ആഖ്യാനമാണ് വരുന്നത്. പുതുതായി ഒന്നും കേന്ദ്രം തരേണ്ടതില്ല. ബഡ്ജറ്റ് പ്രകാരവും ധനകാര്യ കമ്മീഷൻ അവാർഡ് പ്രകാരവും നമ്മൾക്ക് ലഭിക്കേണ്ടത് കൃത്യമായി തന്നുപോയാൽ മതി. അങ്ങനെ തരുന്നതിന് തയ്യാറാകാത്ത കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നടപടികൾ തുറന്നു കാട്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിനകത്ത് ശ്രീ അനിൽകുമാർ, ഒരുപക്ഷെ അടുത്ത മാസവും ഇതുപോലൊരു പ്രതിസന്ധിക്കുള്ള സാധ്യത തെളിഞ്ഞു വരുന്നുണ്ട്. കാരണം ഈ പണം അവർ നൽകാൻ തയ്യാറല്ല. അതിൻ്റെ സൂചനയാണ് സുപ്രീം കോടതിയിൽ പറഞ്ഞത് നിങ്ങൾ കേസ് പിൻവലിച്ചിട്ട് ഒരു പണം തരാം എന്ന് പറയുന്നത്. സ്വാഭാവികമായും ഇത് സാധാരണ രീതിയിലുള്ള ഒരു വൈരാഗ്യം, വിദ്വേഷം വെച്ച് പുലർത്തുന്നത് പോലെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട്. കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകന്റെ പരിഹാസ സ്വരവും കൂടി അതാണ് സൂചിപ്പിക്കുന്നത്. ഇത് എവിടെയാണ് ഈ ഫെഡറൽ സംവിധാനത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു സംസ്ഥാനത്തെ ഇങ്ങനെ ഇത്തരത്തിൽ പ്രതിസന്ധിയിലാക്കുന്നതിന് ഈ മാധ്യമങ്ങളടക്കം കൂട്ടുനിൽക്കുന്നതാണ് മനസ്സിലാക്കാൻ കഴിയാത്തത്. നമുക്കറിയാം കഴിഞ്ഞ ഒരാഴ്ചയായി ഇതുമായി ബന്ധപ്പെട്ട് ഓവർ ഡ്രാഫ്റ്റിലാണ് എന്ന് വാർത്ത വരുന്നു. അതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം 4000 കോടി ഔദാര്യമായി കേന്ദ്രം തന്നു എന്ന് പറയുന്നു. ഇന്ന് ഇതാ പെൻഷൻ മുടങ്ങുന്നു എന്ന് പറയുന്നു. യാഥാർത്ഥ്യവുമായി പുലബന്ധം പോലും ഇല്ലാത്ത വാർത്തകൾ പടച്ചുവിടുന്നത് ചില കേന്ദ്രങ്ങളിൽ നിന്ന് സംശയിക്കേണ്ടി വരുന്നില്ലേ? കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കാൻ കേന്ദ്ര സർക്കാർ തുടർച്ചയായി പരിശ്രമിച്ചപ്പോൾ അതിനെ സംബന്ധിച്ച് വ്യാജമായ വാർത്തകൾ കുറേ ദിവസങ്ങളായി വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കടന്നാക്രമണങ്ങൾ നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. ആ കടന്നാക്രമണങ്ങളെല്ലാം ഭാഗമായിട്ടാണ് ഈ വ്യാജ വാർത്തകളെല്ലാം സൃഷ്ടിക്കപ്പെടുന്നത്. അത്തരം വ്യാജ വാർത്തകളെല്ലാം പൊളിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് പെൻഷൻ കയ്യിലോട്ട് കിട്ടുമ്പോൾ ആളുകൾ മനസ്സിലാക്കും. ആളുകൾക്ക് പെൻഷൻ ലഭിക്കുമ്പോൾ കൃത്യമായിട്ടും ആളുകൾക്ക് അത് മനസ്സിലാവും. ആ നിലയിൽ നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ തന്നെ കേരളത്തിലെ മറികടക്കാനാകുന്നുണ്ട്. എന്നാൽ ഈ പണം ലഭ്യമായാൽ ഇവിടുത്തെ കോൺട്രാക്ടർമാർക്ക് യഥാസമയം ബില്ലുകൾ കൈകാര്യം ചെയ്യാൻ കഴിയും. ഏതെങ്കിലും മേഖലയിൽ കുറവില്ലാത്തവർ യഥാസമയം പണം എത്തിക്കാൻ കഴിയും. പെൻഷൻ കൊടുക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവില്ല. ക്ഷേമ പെൻഷൻ. അപ്പൊ ക്ഷേമ പെൻഷൻ മുടക്കി 62 ലക്ഷം ആളുകളുടെ രോഷം സർക്കാരിനെതിരെ തിരിച്ചുവിടുക എന്നുള്ളതാണ് കേന്ദ്രത്തിന്റെ തന്ത്രം. അതിന് കേരളത്തിലെ കോൺഗ്രസും പ്രതിപക്ഷ എംപിമാരും കൂട്ടുനിൽക്കുകയാണ്. നമ്മൾ ചെയ്യുന്നൊരു കാര്യം എന്താണ്? 2 ഗഡു പെൻഷൻ കൊടുക്കുന്നതിനുള്ള പണം തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും വേഗം 2 ഗഡു പെൻഷൻ കൊടുക്കും.
അത് 4 ഗഡു പെൻഷൻ തന്നെ വിതരണം ചെയ്യുന്ന പ്രവർത്തനമാണ് ഇപ്പോൾ സർക്കാർ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ വേഗം പെൻഷൻ ആളുകളുടെ കയ്യിൽ എത്തിക്കാൻ സർക്കാർ ശ്രമിക്കുന്നു. കേന്ദ്രമാണ് തടസ്സമുണ്ടാക്കുന്നത് എന്ന കാര്യം വളരെ വ്യക്തമായിരിക്കുന്ന സാഹചര്യത്തിലാണ്, തെളിഞ്ഞു കഴിഞ്ഞ സാഹചര്യത്തിലാണ് നാം ഇത് മനസ്സിലാക്കുന്നത്. വളരെ നന്ദി ശ്രീ അനിൽകുമാർ ഈ അവസരത്തിൽ പ്രതികരിച്ചത്. ഏതായാലും ശമ്പളവും പെൻഷനും മുടങ്ങില്ല എന്ന് തന്നെയാണ് ധനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. മന്ത്രിയുടെ വാക്കുകൾ ഒരിക്കൽ കൂടി. ഗവൺമെന്റ് റിലീസ് ചെയ്തിട്ടില്ല 6-ാം തീയതി. അങ്ങനെ പെൻഷനും ശമ്പളവും മുടങ്ങില്ല എന്നുള്ള കാര്യം ഞാൻ ഉറപ്പ് പറയുകയാണ്. അത് മുടക്കാനും തടസ്സം വരാനുമായിട്ട് നമുക്ക് ഈ മാസം കിട്ടേണ്ട 13,000 കോടി, സാധാരണഗതി കിട്ടേണ്ട 13,000 കോടി കേന്ദ്ര ഗവൺമെൻറ് റിലീസ് ചെയ്തിട്ടില്ല. 6-ാം തീയതി 7-ാം തീയതി സുപ്രീം കോടതി അതിൻ്റെ കേസ് വരികയാണ്. നേരത്തെ ഞങ്ങളെല്ലാം പറഞ്ഞതാണ് ഇത് നമ്മുടെ ആകെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താനാണ്. അതിന് ഈ പെൻഷനും ശമ്പളവും കിട്ടാതെ വരുന്ന അവസ്ഥ ഉണ്ടാവില്ല എന്നുള്ള കാര്യം പറയുകയാണ്. ടെക്നിക്കലായ ചില പ്രശ്നങ്ങൾ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ട്. അപ്പോൾ പെൻഷനും ശമ്പളവും എല്ലാം കൃത്യമായിട്ട് ലഭിക്കും. പക്ഷേ ഈ വസ്തുത തന്നെയാണ്. 13,600 കോടി അവിടെ നിന്ന് തരുന്നില്ല എന്നുള്ളത് നമ്മളെ വലിയ തോതിൽ നമ്മുടെ സാമ്പത്തിക രംഗത്തെ ബാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും എപ്പോഴും ഇത് കേസിന് പോയില്ലായിരുന്നെങ്കിലും കിട്ടേണ്ട പണമാണ്. അപ്പോൾ കേസിന് പോയി എന്ന് പറഞ്ഞിട്ട് പണം തരാതിരിക്കുന്നുണ്ട്. ആവശ്യമുണ്ട്. പക്ഷേ പെൻഷനും ശമ്പളവും ഒന്നും മുടങ്ങുന്ന അവസ്ഥ വരില്ല.